വടകരയിലെ താഴത്തങ്ങാടിക്ക് നൂറ്റാണ്ടുകളുടെ ഓർമ്മകളുണ്ട്. പഴയ പാട്ടുകളുടെയും ശില്പകലാ വൈദഗ്ധ്യത്തിൻ്റെയും സമ്പന്നമായ പാരമ്പര്യമുണ്ട്. ഇന്നിവിടം ആളൊഴിഞ്ഞു കിടക്കുകയാണെങ്കിലും ആ പഴയ പാട്ടുകൾ കേൾക്കാം. ശില്പകലാ വൈദഗ്ധ്യമുള്ള പുരാവസ്തുക്കൾ കാണാം. ടിപ്പു സുൽത്താന്റെയും കുഞ്ഞാലിമരക്കാരുടെയും പറങ്കികളുടെയും സാമൂതിരുടെയും പടയോട്ടങ്ങൾ പലതവണ കടന്നുപോയ നഗരമാണ് വടകര. കൊടുങ്ങല്ലൂരെന്ന പോലെ വടക്കൻ കേരളത്തിൽ പേർഷ്യക്കാരും വണിക്കുകളും കച്ചവടത്തിനായി വന്നുപോയിരുന്ന നഗരം. ആ ചരിത്രത്തിന്റെ ഓർമ്മയും പേറിയാണ് പഴയ വടകര നഗരമായ താഴെയങ്ങാടി നിൽക്കുന്നത്. ചെറുതെങ്കിലും വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖ നഗരമായിരുന്നു താഴെയങ്ങാടി. ഇന്നിപ്പോൾ താഴെയങ്ങാടി ഉപേക്ഷിക്കപ്പെട്ട നഗരമാണ്. കച്ചവടക്കാർ ഭൂരിഭാഗവും പുതിയ നഗരത്തിലേക്ക് കൂടുമാറി. ഏതാനും ചില കച്ചവടക്കാർ മാത്രം ഈ ചെറുനഗരത്തിൽ ശേഷിക്കുന്നു. ആന്റിക് എന്ന പേരിൽ അറിയപ്പെടുന്ന പഴയ ഫർണിച്ചറുകളും വസ്തുക്കളും വിൽക്കുന്ന കൊച്ചു കൊച്ചു കടകൾ ഇപ്പോൾ ഈ നഗരത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്നു. അക്കാലത്ത് ഏറ്റവും വലിയ സിറ്റി ഇതാണ്. കോഴിക്കോടെല്ലാം കഴിഞ്ഞാൽ ഓൾഡ് സിറ്റി ഈ താഴെയങ്ങാടിയാണ്, വടകര താഴെയങ്ങാടിയാണ്. അപ്പോൾ അവിടെ ആ സമയത്ത് അതുമായിട്ട് ഈ ആൻറ്റീക്കുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് പണ്ട് കാലത്തുള്ള ആൾക്കാർ ചെയ്തിരുന്നത്. അന്ന് പിന്നെ ആൻറ്റീക്ക് എന്നല്ല, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ എന്നുള്ള കണക്കാണ് വിറ്റ് വാങ്ങുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് മലബാറിൽ നിന്നല്ല, കേരളത്തിൽ തന്നെ ഇതിൻ്റെ ഒരു ഷോപ്പുകൾ ആയിട്ട് ഉണ്ടായിരുന്നത് വടകരയാണ്. അന്ന് തിരുവിതാംകൂർ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നിട്ട് മേടിച്ചു കൊണ്ടുവന്ന ഒരു കാലമായിരുന്നു അക്കാലത്ത്. താഴെയങ്ങാടിയിലെ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നാൽ പഴയ ഗ്രാമഫോണുകൾ തലത്ത് മുഹമ്മദിന്റെയും നൂർജഹാന്റെയും സ്വരത്തിൽ പാടുന്നത് കേൾക്കാം. പല രാജ്യത്തുനിന്ന് ആളുകൾ വരും, ഗസൽ പാടുന്നു, ഖവാലി പാടുന്നു. പിന്നെ ഇവരിങ്ങനെ പല ബാംഗ്ലൂര് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പല ആളും വന്നിട്ട് ഇങ്ങനെ പാടും. ഭാരതനാട്യം എനിക്കെന്ന ഒരാളുണ്ട്, ഉമാർ ഉസ്താദ് വരുത്തുണ്ട്, ഷിബിലിക്കാന്ന് പറഞ്ഞ ഒരാളുണ്ട്, വരും തവല വായിക്കുന്നത്. അങ്ങനെ വല്ലെല്ലാം മുമ്പേ ഇങ്ങനെ വരും. പിന്നെ കമാൽ ബായി റസിന്റെ പാടുന്ന ആൾ, ഇങ്ങനെ പല ആൾ മുമ്പേ വന്നുകൊണ്ട് ഇങ്ങനെ വരുത്തുന്നുണ്ട്. പാട്ടുകാർ തമ്പടിച്ചിരുന്ന മാളികപ്പുറങ്ങൾ വിസ്മൃതിയിലായെങ്കിലും താഴെയങ്ങാടിയിലെ സംഗീത അന്തരീക്ഷം ഇപ്പോൾ പഴയതിനേക്കാളും സജീവമാണ്. जरूर थी वरना वो मेरा हाथ, ओ वो मेरा हाथ दबा कर गुजर गया कैसे. പഴയ തലമുറയുടെ കാര്യം മാത്രമല്ല താഴെയങ്ങാടിയിൽ ഗസലും മെഹഫിലുകളും. പഴയ പാട്ടുകാർ മറഞ്ഞപ്പോൾ പാരമ്പര്യത്തിന്റെ കെട്ടിയിട്ട ചരട് അറുത്തുമാറ്റാതെ പുതിയ തലമുറക്കാരും പാടാൻ തുടങ്ങിയിരിക്കുന്നു. दिल
കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം ഒത്തുചേർന്ന് അവർ മെഹദി ഹസനും ഗുലാം അലിയും ഫരീദ ഖാനും നൂർജഹാനും പാടുന്നു. कुछ दूर हमारे साथ चलो, हम दिल की कहानी कह देंगे, समझे न जिसे तुम आँखों से वो बात ज़बानी कह देंगे, कुछ दूर हमारे. താഴെ അങ്ങാടിയിലെ കൂട്ടായ്മകളിൽ പാട്ടുകാർ, കേൾവിക്കാർ എന്നിങ്ങനെയുള്ള വേർതിരിവുകളില്ല. ഇടക്കവർ പാടും, ഇടക്ക് അകമ്പടി വായിക്കും, മറ്റു ചിലപ്പോൾ നല്ല ആസ്വാദകരാകും. कैसे छुपाओ राज़ गम, कैसे छुपाओ राज़ गम, जीता ये सर को क्या करूं, जीता ये सर को क्या करूं, जीता ये सर को क्या करूं, कैसे छुपाओ राज़ गम, कैसे छुपाओ राज़ गम, जीता ये सर को क्या करूं, जीता ये सर को क्या करूं, दिल की तपिश को क्या करूं, दिल की तपिश को क्या करूं, सोज़े जिगर को क्या करूं. കാലമെത്ര മാറിയിട്ടും താഴെ അങ്ങാടിയിലെ സംഗീതപ്രേമികളുടെ അഭിരുചിയിൽ കാര്യമായ മാറ്റമില്ല. जिंदगी में तो सभी प्यार किया करते हैं, मैं तो मर कर भी मेरी जाने तुझे क्या होगा, जिंदगी में तो सभी प्यार किया करते हैं, जिंदगी में तो सभी प्यार किया करते हैं. താഴെ അങ്ങാടി ഓർമ്മയുടെ നഗരമാണ്. ടിപ്പുവിന്റെ കോട്ടയും കുറുമ്പ്രനാടൻ രാജാവിന്റെ തുറമുഖവും മണ്ണടിഞ്ഞു പോയി. പക്ഷേ പഴയ പാട്ടുകളും അവയുടെ ഉപാസകരും ഈ കൊച്ചുനഗരത്തെ മറവിയിലേക്ക് തള്ളിവിടാതെ കാത്തുസൂക്ഷിക്കുന്നു. उस बुत को याद कर